നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ചെൽസിയെ വീഴ്ത്തിയ ശേഷം ഫ്ലമിംഗോയുടെ കോച്ച് ഫിലിപ്പെ ലൂയിസ് പറയുകയാണ്, ചെൽസി ടീമിനെ കുറിച്ചും യൂറോപ്യൻ ടീമിനെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് വലിയ മതിപ്പാണ്. പക്ഷെ തൻ്റെ ടീം ഇവിടെ കോമ്പീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പോരാടി നേടിയ വിജയത്തിൽ അദ്ദേഹത്തിന് അഭിമാനമുണ്ട്. ഫ്ലെമിംഗോ ചെൽസിയെ തീർത്ത് കളഞ്ഞ മത്സരമില്ലേ, 3-1 ചെൽസി ഒരു ഗോളിന് ലീഡ് എടുത്തിട്ടാണ് പിന്നെ ഇത്തരത്തിലുള്ളൊരു പ്രകടനം ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കോച്ച് ഫിലിപ്പെ ലൂയിസ് വിശദമായിട്ട് പറയുന്നു. ഞാൻ ശരിക്കും ഹാപ്പിയാണ്. കളിയുടെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഞങ്ങൾക്ക് ഈ കളിയിൽ സാധ്യതയുണ്ട് എന്ന്. ഞാൻ വളരെയധികം പ്രൗഡാണ്. കാരണം വെസ്ലിയുടെ ആ മിസ്റ്റേക്കിനൊക്കെ ശേഷമാണല്ലോ അവരുടെ ഗോൾ വരുന്നത്, ചെൽസിയുടെ ഗോൾ വരുന്നത്. പക്ഷേ ആ മിസ്റ്റേക്കിൽ നിന്ന് പിന്നെ റിക്കവർ ചെയ്തു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. പ്രത്യേകിച്ച് വെസ്ലിയുടെ മിസ്റ്റേക്ക്, അവിടെ ടീം കളി നിർത്തിയില്ല. ഞങ്ങൾ എങ്ങനെയാണോ കളിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾ കളി തുടർന്നു. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ടീം ഈ തരത്തിൽ റിയാക്ട് ചെയ്തതിൽ എന്നാണ് അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ യൂറോപ്യൻ ക്ലബ്ബുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എനിക്കറിയാം യൂറോപ്യൻ ക്ലബ്ബുകളുടെ ക്വാളിറ്റി, അവരുടെ എലൈറ്റ് ഫുട്ബോൾ എന്താണ് എന്നുള്ളത്. അവരുടെ 12 ടീമുകളാണ് ഈ വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മികവ് കൊണ്ട് കിട്ടിയിട്ടുള്ള സ്ലോട്ടുകൾ തന്നെയാണ്. ഈ റിസൾട്ടുകളുണ്ടല്ലോ, അപ്പോൾ യൂറോപ്യൻ ടീമുകളെ നമ്മുടെ ടീമുകൾ പരാജയപ്പെടുത്തുമ്പോൾ ആ റിസൾട്ടുകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അവർ ഈ ക്ലൈമറ്റിലേക്ക് അത്രയധികം അവർ യൂസ്ഡ് അല്ല എന്നുള്ളതാണ്. സൗത്ത് അമേരിക്കൻസ് വളരെ കോമ്പറ്റീറ്റീവുമാണ്. ലിബർട്ടഡോറസിൽ നമ്മളത് കാണുന്നതാണ്. ലിബർട്ടഡോറസ് വിജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലായ്പ്പോഴും മികച്ച ടീം തന്നെ വിജയിച്ചു കൊള്ളണമെന്നില്ല. ഞങ്ങൾ ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ വളരെ ക്ഷമയോടുകൂടിയാണ് കാര്യങ്ങളെ കണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഞങ്ങൾ അതിനോട് യൂസ്ഡുമാണ്. 4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിരുന്നില്ല. കാരണം ചെൽസിയുടെ ടീമിൻ്റെ ശക്തി തന്നെ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ചെൽസിയുടെ ടീം അവർ യൂറോപ്പിലെ ഏറ്റവും ടാക്റ്റിക്കലായിട്ടുള്ള ടീമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തായാലും പ്ലെയേഴ്സ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ചെൽസിക്കെതിരെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. എന്തായാലും ഇതൊരു ഹ്യൂജ് വിക്ടറിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ വളരെ ഹാപ്പിയാണ്. ആർക്കും ഈ ഒരു ടൂർണമെൻറ്റിൽ കിരീടം ചൂടാൻ സാധിക്കും. ഇതാണ് ഫുട്ബോൾ എന്നുകൂടി ഫിലിപ്പെ ലൂയിസ് പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.